കൂട്ടാരെ കാലത്തന്നെ ഒരുങ്ങി കെട്ടിത്താത്തട പരിപാടിക്കുള്ള ധൃതിയിലാണ്. ഉമ്മച്ചിനോട് വീഡിയോ നോക്കാൻ പറഞ്ഞപ്പോ നാണം, പിന്നെ നോക്കി ചിരിച്ചു. പോയി ഡൗട്ട് എത്തിയപ്പോ മാപ്പ് മുത്തശ്ശിനോട് വഴി ചോദിക്കേണ്ട വന്നു. അങ്ങനെ സ്ഥലത്തെത്തി. ഇവിടെ പരിപാടി നടക്കുന്നത് ഞാൻ കണ്ടപ്പോ തന്നെ ബോഡി ഗാർഡ് എന്ന് വിചാരിച്ചു ഇതിന്റെ ആൾക്കാരാണ്. ഇവിടെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കണം. വെൽക്കം ഡ്രിങ്ക് ഒക്കെ സൈഡിൽ ഒരുക്കി വെച്ചേക്കണം. ഞാൻ അത് കണ്ടിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് കയറി. ഇത്താത്തുമ്മാനെ കണ്ടപ്പോ നൈറ്റ് പോലത്തെ ഒരു സാധനം കിട്ടി ഓടി വന്നേക്കണം. ഞാൻ തിരിച്ച് പുറത്തേക്ക് തന്നെ ഇറങ്ങി. എന്റെ ക്യാമറ ചേട്ടന്മാരെ കൂടെ നിന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് സിനിമ നടൻ ലുക്കുമാൻ വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ കൂട്ടുകാരനെ കാണാൻ പറ്റി. ഇവൻ ഇവിടെ പണിക്ക് വന്നേക്കാണ്. കുറെ നേരം നിൽക്കണത്. ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വേറെ ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. ഓരോ ഗസ്റ്റ് വരുമ്പോ ഇവരാണെങ്കിൽ വെൽക്കം ചെയ്യാൻ നിൽക്കണേണ്. ഞാൻ തിരിച്ച് ഇതിന്റെ ഉള്ളിൽ തന്നെ കയറി. ഇവിടെ വന്ന് നോക്കിയപ്പോ ഓരോരുത്തരുടെ പേരൻസ് ഒക്കെ വന്ന് കൂടി. ഞാൻ സ്റ്റേജിന്റെ ഇവിടെ സൈഡിൽ വന്ന് നിന്ന്. ഈ കോഴ്സ് പഠിക്കണ കുറെ സ്റ്റുഡൻസ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ പരിപാടിക്ക് ഷെബിനെ കാണാൻ പറ്റി. ഇവനെ സ്റ്റേജിൽ വിളിപ്പിച്ചേക്കണം. പിന്നെ വേറെ കുറച്ചേരം സ്റ്റേജിൽ വിളിപ്പിക്കുന്നുണ്ടായി. അതിന്റെ ഇടയിൽ കൊടുത്തന്നെ ഒരു ഡ്രോൺ പറത്തി കളിക്കണം. പിന്നെ ഞാൻ ഷെബിനെ കണ്ട് വർത്താനം പറഞ്ഞ് പരിചയപ്പെട്ട്. ഒരേ നാട്ടുകാരനാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ സിനിമ നടൻ ലുക്കുമാൻ വന്നു. പിന്നെ ഇവരുണ്ടാക്കിയ പേരെ ലോഞ്ച് ചെയ്ത് കാണിക്കലായിരുന്നു. ഓരോരുത്തരുണ്ടാക്കിയ പേരെ ഫോട്ടോ എടുക്കലൊക്കെ തന്നെ. പിന്നെ ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഫോട്ടോ എടുക്കലായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് വിളിച്ച് ഓരോ ഗസ്റ്റിനായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായിരുന്നു. നടൻ ലുക്കുമാൻ പുറത്തിറങ്ങിയപ്പോ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരില്ലായിരുന്നു. വേറെ കുറച്ച് പേരാണെങ്കിൽ ഇവിടെ കൂടെ നിന്ന് ഫാമിലി ഫോട്ടോ ആയിട്ട്. എന്തായാലും ഇവരുടെ ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയാണ്. നിന്ന് വിശന്നിട്ടും പാടില്ല. ഫുഡ് കഴിക്കാൻ പോയി. ഇവരുടെ വക ചിക്കൻ ബിരിയാണിയാണ്. ഇത്താത്താണ് നല്ല തീറ്റണ് അവിടെ. ഇത്താത്ത മാത്രമല്ല ഇത്താടെ കൂട്ടുകാരുത്തിയുണ്ട്. ക്യൂട്ട്നെസ്സിന് കുറവില്ല. ഫുഡ് അടി കഴിഞ്ഞിട്ടേ ഇവർ ഓരോരുത്തരെ സ്റ്റേജിൽ വിളിക്കലാറ്. ഇവിടെ ഓരോരുത്തരെ വരിയായി നിൽക്കണം സ്റ്റേജിൽ കയറാൻ വേണ്ടി. അങ്ങനെ കാത്തുനിന്ന് ഇത്താന്റെ സ്റ്റേജിൽ കുളിച്ച്. സർട്ടിഫിക്കറ്റ് എടുക്കാനപ്പോ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. ഷെബി ആണെങ്കിൽ ഇവിടെ പരക്കം മഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ആലിബുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഷെബിനായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കും. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണോട്ടോ. അടുത്ത വീഡിയോ കാണാട്ടോ. ബൈ. കൂട്ടുകാരെ ഫോണേന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകണോട്ടാ. മറക്കരുതിട്ടാ.